ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൽക്കി 2898 AD ഈ മൂവിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ടെക്നിക്കൽ സൈഡിനെ പറ്റി തന്നെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. ആക്ടേഴ്സ് ഉണ്ട്, അവരെ കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് തന്നെ ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ ഡയറക്ടർ നാഗ് അശ്വിൻ, എ ബിഗ് സല്യൂട്ട് മാൻ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ്. ഐ മീൻ ഒരുപാട് ആക്ടേഴ്സ്, പല ഇൻഡസ്ട്രിയിലുള്ള ആക്ടേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്കിലും പല സൈഡിലും എനിക്കൊരു വിഷ്വലി ഇത് എത്രത്തോളം വർക്കാവും. കാര്യം ഈ ഒരു സമയം നമുക്ക് ടെക്നിക്കൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു കാലഘട്ടമാണ്. എങ്കിൽ പോലും ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നാഗശ്വൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, അതിന്റെ 100% നമ്മളെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് അതിന്റെ 100% തന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപാര വിഷ്വൽ ബ്യൂട്ടി ആയിരുന്നു. ഒരു സൈഡ് പോലും ഒരു ക്വാളിറ്റി കുറവ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഗംഭീരമായ മേക്കിംഗ്. നമുക്കുള്ള പല എപ്പിക് സ്റ്റോറീസും, രാമായണം, മഹാഭാരതം, ഇതുപോലെ എപ്പിക് സ്റ്റോറീസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തെ പോലെ ഒരു ഡയറക്ടറെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ അത് അദ്ദേഹം കാണിച്ചു തരും. ആ ഒരു ഇത് എത്രത്തോളം മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് ആ ഒരു സിനിമ ആക്കാം എന്നുള്ളത് കാണിച്ചു തരുന്നുള്ളത് ആ ഒരു ഇതിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ഡയറക്ടർ തന്നെയാണ് നാഗശ്വിൻ. ഇതിനകത്ത് 2 കാലഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു നമ്മുടെ 2000 ഫ്യൂച്ചർ കാലഘട്ടമാണ്. ആക്ച്വലി 2898 AD നമ്മുടെ ആ ഒരു സിനിമ ടൈറ്റിൽ പോലെ തന്നെ ഒരു 800 വർഷത്തോളം മുന്നോട്ടാണ് സിനിമ ഫസ്റ്റ് പോകുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സംഭവിക്കാവുന്ന കാര്യങ്ങൾ, നമ്മുടെ ലോകം മൊത്തം ഇല്ലാണ്ടാവുന്നതും, ഇതിനകത്ത് അവസാന നഗരമായിട്ട് ട്രെയിലർ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കാശി എന്ന നഗരമായിരിക്കും. പിന്നെ അതുപോലെ ഒന്നുമില്ല, ഗംഗാനദി, ഇങ്ങനെ വെള്ളം കിട്ടാനില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ എല്ലാം. അതെല്ലാം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളും അതിനകത്തൊരു ക്യാരക്ടറോ അങ്ങനത്തെ ഒരു ആളായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്രയും ലെവലിൽ അദ്ദേഹം മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരാൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്ത ആളാണ്. ആളൊരു സെർബിയക്കാരനാണ്. കുറച്ച് പ്രൊനൗൺസ് ചെയ്യാൻ ആളുടെ പേര് കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. എങ്കിലും ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലും കാരണം നാഗശ്വിൻ ആൾ ഉദ്ദേശിച്ചത് എന്താണോ അതിന്റെ 10 മടങ്ങ് കൊടുത്തു എന്ന് തന്നെ വേണം പറയാൻ. അദ്ദേഹം കാര്യം നമുക്കത് ഫീൽ ചെയ്യുന്നേ, ആ സിനിമയിൽ നമ്മളത് കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലെ ആക്ടേഴ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലെ പ്രഭാസിന്റെ ഇൻട്രോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഒരു പക്ക തെലുങ്ക് സിനിമയുടെ ഒരു നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഒരു ഇൻട്രോ കൊടുക്കില്ലേ, അതുപോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സിനിമ അപ്പോഴൊന്നും സിനിമ വിഷ്വലി കണക്ട് ആയിരുന്നു, പക്ഷെ ഒരു സ്റ്റോറിയിലോട്ടൊന്നും അത്ര അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മുടെ അശ്വത്ഥാമാവ് എന്നുള്ള ക്യാരക്ടർ ചെയ്ത നമ്മുടെ അമിതാഭ് ബച്ചൻ, അദ്ദേഹത്തിന്റെ ക്യാരക്ടർക്ക് എത്തിയപ്പോഴേക്കും സിനിമ കംപ്ലീറ്റ്ലി ഓണാണ്. അത്ര ലെവലിലേക്ക് എത്തി. ഏകദേശം ഒരു ഇന്റർവൽ പഞ്ചിലോട്ട് എത്താനുള്ള ഒരു സാധനമായിരുന്നു. ഇന്റർവൽ പഞ്ചും ഗംഭീരമായിരുന്നു കേട്ടോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ക്യാരക്ടേഴ്സിനെ ശരിക്കും പറഞ്ഞാൽ വൈസ് അങ്ങനെ നമുക്ക് കാണിച്ചു തന്നിട്ടേ ഉള്ളൂ. എന്തായാലും ഇതിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇതിന്റെ സെക്കൻഡ് പാർട്ട് തന്നെയായിരിക്കും. പിന്നെ അതിനകത്ത് ദീപിക പദുക്കോൺ ചെയ്ത ക്യാരക്ടേഴ്സ്, പിന്നെ ദുൽഖർ. ഈ സ്റ്റോറി ഞാനൊന്നും പറയുന്നില്ല, കാര്യം നിങ്ങൾ എന്തായാലും അത് പോയി എക്സ്പീരിയൻസ്. ഞാൻ ഈ സ്റ്റോറിയിലോട്ട് ഞാൻ അധികം പോകുന്നില്ല. ദീപിക പദുക്കോൺ ചെയ്ത ക്യാരക്ടർ, ദുൽഖർ ക്യാമിയോ, ഇങ്ങനെ കുറച്ച് വേറെ ക്യാമിയോസ് ഉണ്ട്. അതൊന്നും അവിടെ കിട്ടെ. നിങ്ങൾ ഇതൊക്കെ അറിയണ്ടാവല്ലോ, ദുൽഖറിനെയൊക്കെ നിങ്ങൾ ഓൾമോസ്റ്റ് അറിഞ്ഞു കാണും. അതൊക്കെ എന്തായാലും ക്യാമിയോ ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയി, കാരണം ഓരോ ക്യാരക്ടേഴ്സ് വന്നു അങ്ങനെ പോയി. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴും എന്റെ കൂടെ വന്ന എന്റെ ഒരു ഫ്രണ്ട് പുള്ളിയും പറഞ്ഞു അത് ഫസ്റ്റ് ഹാഫ് അത്ര ആയിട്ടില്ല. കാര്യം സിനിമ ഒരു പഞ്ച് അത്രയും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി എന്തായാലും സെക്കൻഡ് ഹാഫിൽ അവരെന്താണ് ചെയ്തു വെക്കുന്ന ഒരു ഡൗട്ട് ഇന്റർവെൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സിനിമ മാറി, ടോട്ടലി മാറി. നമ്മൾ ആ ഫസ്റ്റ് ഹാഫിൽ കണ്ട ക്യാരക്ടേഴ്സിന്റെ അതിന്റെ എന്താ പറയാ, അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽസ് കൊണ്ടുവന്നു. നമുക്ക് ശരിക്കും ഒരു ഹോളിവുഡ് മൂവിയാണ് കാണുന്നത്, അതിലൊരു ഇന്ത്യൻ സിനിമയാണ് എന്ന് ഒട്ടും തോന്നിപ്പോയിട്ടില്ല. കാര്യം നമ്മൾ ഇതുപോലെ അത്രയും ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഇത്രയും വലിയൊരു സിനിമ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ടെക്നോളജി കാര്യങ്ങളും AI ആണെങ്കിലും എന്തായാലും മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയണം. അതിന്റെ ക്ലൈമാക്സ് ആയാലും ഫൈറ്റ് ആണെങ്കിലും അമിതാഭ് ബച്ചൻ പ്രഭാസിന്റെ ഫൈറ്റൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കാണണം. ഒരു മെഗാ മാസ് സാധനം തന്നെയാണ്. പ്രഭാസിന്റെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ആളുടെ ക്യാരക്ടർ, അതാണ് ശരിക്കും ഇഷ്ടപ്പെട്ടത്. ഈ സിനിമ പക്ക അമിതാഭ് ബച്ചൻ തന്നെ കൊണ്ടുപോയി തന്നെ പറയണം. അത്ര ഗംഭീരമായൊരു ആക്ടിങ് അല്ലെങ്കിൽ ഒരു
ഫൈറ്റ് സീനൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ടാവും, എങ്കിലും ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഓറയുണ്ട്. ഇതേപോലെ ലെജൻഡറി ആക്ടേഴ്സിന് കിട്ടുന്ന ഓറയുണ്ട്, ഒന്നും പറയാനില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ വിട്ടുപോയ ഒരാളും കൂടി ഉണ്ട്, വൺ ആൻഡ് ഓൺലി ഉലക നായകൻ കമലഹാസൻ. കാര്യം അദ്ദേഹം ഇതുവരെ ചെയ്ത ക്യാരക്ടർ ഒന്നുമല്ല ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ, അടുത്ത പാർട്ടിലേക്ക്, അത് ഈ ഒരു യൂണിവേഴ്സിലേക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു പൊട്ടൻഷ്യൽസ് വരാൻ പോകുന്നേ ഉള്ളൂ. കാര്യം ആ ഒരു ഇപ്പൊ തന്നിരിക്കുന്ന സാധനം തന്നെ ശരിക്കും വാ പൊളിച്ചു ഇരുന്നു പോകും, അത്ര എന്തായി നടക്കുന്നത്. ശരിക്കും ഞാനതാ പറയുന്നത്, നമ്മളൊരു ഇന്ത്യൻ മൂവിയാണ് കാണുന്നുള്ള ഒരു ഇത് മാറി ആ ഒരു വേറെ എന്തോ ഒരു യൂണിവേഴ്സ് എത്തിയ പോലെയാ, നമ്മൾ ആ ഒരു സിനിമയിലെ ഒരു ക്യാരക്ടർ ആയ പോലെ അത്രയും ഒരു കണക്ട് ആയിരുന്നേ, അത്രയും നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. ഞാൻ എത്രയും 1, 2, 3 പ്രാവശ്യം എത്ര തവണ കാണണം എന്ന് പോലും ഡൗട്ട് അടിച്ചിരിക്കുക, കാരണം അത്രയും ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. മൂവി കാണാത്തവർ എത്രയും പെട്ടെന്ന് പോയി കാണാം. ബുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ അറിഞ്ഞത് വെച്ചൊരു സൺഡേ ഉള്ള ബുക്കിംഗ് വരെ ഓൾമോസ്റ്റ് ഫില്ലായി. വലിയ വലിയ മെയിൻ സിറ്റീസിലും സ്ട്രീംസിലൊക്കെ ഓൾമോസ്റ്റ് ഫില്ലായി. നിങ്ങൾ എന്തായാലും അടുത്തുള്ള നല്ല 3D ലെവലിൽ തന്നെ നിങ്ങൾ കാണാൻ നോക്കുക. ഞാൻ 2D ആണ് കേട്ടോ കണ്ടത്, അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, എനിക്ക് എന്തായാലും 3D ഒരു തവണ കൂടി കാണാതെ പറ്റില്ല. അത്ര നന്നായിട്ട് തന്നെ സിനിമ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും അത് പോയി കാണുക, തിയേറ്ററിൽ പോയി കാണുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്നുള്ള കാര്യത്തിൽ മഹാഭാരതം ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് പക്ക മഹാഭാരതം പ്ലസ് സയൻസ് ഫിക്സ് സിനിമ തന്നെയാണ്. അപ്പൊ ആ ഒരു എന്തായാലും സെക്കൻഡ് പാർട്ടിൽ കൂടുതൽ ക്യാരക്ടേഴ്സ്, മഹാഭാരതത്തിലെ ക്യാരക്ടേഴ്സ് കൂടുതൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ വലിയ ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. 1000 crores ഒക്കെ കളക്ട് ചെയ്യുമെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ വരട്ടെ, എന്തായാലും നല്ല ഇതുപോലെ ക്വാളിറ്റി സിനിമകൾ വരട്ടെ. നമ്മൾ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിവുഡ് ലെവലിലേക്ക് നിൽക്കണം, അതിന്റെ അപ്പുറത്തോട്ട് നിൽക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ എത്തണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു ലെവൽ എത്തട്ടെ, ഇതുപോലത്തെ സിനിമകൾ, വലിയ വലിയ സിനിമകൾ വരട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.